ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഹൈടെക് കോഴിക്കോടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മളൊരു കോഴിക്കോട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലെടുത്ത് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ടൈം വേണം. അതുകൊണ്ടാണ് ഇത്തിരി ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് പറയണേ. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണേ, നിങ്ങൾ ഫസ്റ്റ് ടൈം വരണം നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ഒരു ബെല്ലൈക്കണിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളൊരു കൂട് ഉണ്ടാക്കണേക്കാൾ മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് ആണ്. അതായത് നമ്മൾ എവിടെയാണ് ഈ കോഴിക്കൂട് നിർമ്മിക്കാനായിട്ട് പോകണേ, അതായത് നമ്മുടെ വീട്ടിലാണോ അതുപോലെ നമ്മൾ വേറൊരു പറമ്പിലാണോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ. പിന്നെ അത് മാത്രമല്ല നമ്മൾ എത്ര ഹൈറ്റ് ഉള്ള കൂടാണ് അല്ലെങ്കിൽ എത്ര നീളമുള്ള കൂടാന്നൊക്കെ ഉള്ളത് നമുക്ക് ആ സ്പേസ് കണ്ട് മനസ്സിലാക്കാം. ഞാൻ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഈ വീട്ടിൽ ഈ ഒരു സ്പേസിൽ ഒതുങ്ങാവുന്ന ഒരു കൂടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. പിന്നെ ഈ കൂട് നിർമ്മിച്ചേക്കുന്നത് ഇവിടെ വെച്ച് ഞാൻ നിർമ്മിച്ചേക്കണേ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു സ്പേസിൽ ഈ ഒരു കൂട് കൊള്ളോ ഇല്ലേ എന്നുള്ളത്. കാരണം ഒരു കൂട് നമ്മൾ വെക്കണേക്കാളും മുമ്പ് സ്പേസ് അറിയണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വീതി നീളതൊക്കെ അല്ലെങ്കിൽ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് എവിടെ വെക്കണം, ആ സ്പേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കൂടിൻ്റെ ഡിസൈൻ. ആ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സ്പേസിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പിന്നീട് എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസൈനിങ്ങിൽ വരുമ്പോൾ നമുക്ക് കുറേ ഒരു ഐഡിയ കിട്ടും. ഇതിൽ ഇന്ന സാധനങ്ങൾ നമുക്ക് വെക്കാം, അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഡിസൈൻ ചെയ്യാം. അതിനുശേഷം മൂന്നാമത്തെ കാര്യം നമുക്ക് മെറ്റീരിയൽസ്. ഈ ഡിസൈനിങ്ങിനനുസരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെല്ലാം പ്രോപ്പർട്ടീസാണ് വേണ്ടത്, ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ചില ടൈംസുകളുടെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കട്ടെ എന്നിട്ട് ആ ടൈം ഈ ടൈം എന്നുള്ളത്. കാരണം എനിക്കറിയാവുന്ന ടൈംസിലായിരിക്കും ഞാനിത് പറഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പം ഇതിൽ ഫുള്ള് വീഡിയോ, അതായത് നമ്മൾ കട്ട് ചെയ്യണത് അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇതൊക്കെയും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയും ഈ ഒരു കൂട് ഉണ്ടാക്കിയേക്കണം അതിൻ്റെ ഒരു 75-80% ഞാൻ ചെയ്തേക്കുന്നതൊക്കെ രാത്രിയിലാണ്. പിന്നെ ചില ദിവസങ്ങളിൽ കുറച്ച് ഗ്യാപ്പുകൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കിട്ടുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിലൊക്കെ പകല് കുറച്ച് കാര്യങ്ങൾ ചെയ്തേക്കണം. മെറ്റീരിയൽസ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇത് ഏതൊരു സാധനം വാങ്ങുമ്പോഴും ഒരു 2-3 കടയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഓരോ മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിന് ഓരോ കടയിലും ചിലപ്പോൾ 1 രൂപ 2 രൂപ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ചില സ്ഥലങ്ങളിൽ 5 രൂപ തൊട്ട് 6-7 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും, കിലോനിട്ടാ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കടയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇതേ സെയിം സാധനം നിങ്ങൾക്ക് വേണ്ടത് കറക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് സെയിം സാധനം നിങ്ങൾ ഒരു കടയിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കുക, രണ്ടാമത്തെ കടയിൽ ചില ഇത് എല്ലാം നമുക്ക് വേണ്ട ലിസ്റ്റ് ഒക്കെ ഫുൾ ആയതിനു ശേഷം മാത്രമേ നമ്മൾ തൊട്ടടുത്തൊരു കടയ്ക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങേണ്ടി വരും. പിന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനും കുറച്ചുകൂടി കൂടുതൽ ഒരു പൊടിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇപ്പോൾ ഒരു 10 സ്ക്വയർ ട്യൂബ് മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ ട്യൂബിൻ്റെ അതായത് കുറച്ച് കൂടുതലായിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. മെഷ് വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും കടയിൽ നിന്ന് നമ്മുടെ കൂടിന് ആവശ്യമായിട്ടുള്ള മെഷുകൾ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കാം. കാരണം ഞാൻ ഈ ഒരു മെഷ് വാങ്ങിയപ്പോൾ ഈ ഒരു 1 കരയുടെ മെഷ് വാങ്ങി കഴിഞ്ഞപ്പോൾ റോൾ എടുത്ത് എനിക്ക് വൻ നഷ്ടമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 7 അടിയുടെ വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 7 അടി കുറവായിരുന്നു ഈ ഒരു മെഷിൻ്റെ ഈ ഒരു മെഷ് റോളിംഗ് മെഷ് വേണം. 50 അടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തന്നെ. പക്ഷേ എനിക്കെന്ന് പറയുന്നത് 7 അടിയോളം നഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും 7 അടിയുടെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു. അപ്പോൾ ആ മെഷ് അങ്ങനെ വാങ്ങാൻ ശ്രദ്ധിക്കും. മെഷ് ആയാലും എന്തായാലും നമ്മൾ അളന്ന് കുറിച്ച് കറക്റ്റ് ആയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സ്ക്വയർ ട്യൂബുകളൊക്കെ നമ്മൾ അപ്പോളോ യൂസ് ചെയ്തേക്കണേ. അതിൽ നമ്മൾ എടുത്തേക്കണ എല്ലാ സ്ക്വയർ ട്യൂബും ഏകദേശം 90% സ്ക്വയർ ട്യൂബിന്റെ സൈസ് നോക്കണമെങ്കിൽ 100% സ്ക്വയർ ട്യൂബ് എന്ന് പറയുന്നത് 3/4-3/4ൻ്റെയാണ് സ്ക്വയർ ട്യൂബ്. പക്ഷേ അതിൽ ആ ഒരു ഗേജ് നോക്കേണ്ട സമയത്ത് 90% എന്ന് പറയുന്നത് 16 ഗേജിൻ്റെയും വെറും 10% നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പറയുന്നത് 18 ഗേജിൻ്റെ സ്ക്വയർ ട്യൂബാണ്. ഇതെന്താ രണ്ടും എടുക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്ട്രെങ്തൻ ആയിട്ടുള്ള പോർഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 16 ഗേജാണ്. ഈ ഡോറുകൾ ഇങ്ങനത്തെ ബാക്ക് സൈഡിലെ ഡോറിലൊക്കെ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ 18 ഗേജിൻ്റെ സ്ക്വയർ ട്യൂബ് 3/4 അപ്പോളോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഷുകൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ മെഷ് എന്ന് പറയുന്നത് 1ക്ക് അരയുടെ മെഷ് എടുത്തിട്ടുണ്ട്, 1/2 അരയുടെ മെഷ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 1ക്ക് അരയുടെ മെഷ് ഉണ്ട്, 1/2 അരയുടെ മെഷ് ഉണ്ട്. അത് എവിടെയൊക്കെയാണ് വരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ടിൽ അതുപോലെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കണോടത്ത് അതുപോലെ അടിയിൽ ഇതൊക്കെയും 1ക്ക് അരയുടെ മെഷാണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. ഇനി 1/2 അരയുടെ മെഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ പിന്നെ ഇതിൻ്റെ ടോപ്പിൽ പിന്നെ ഇതിൻ്റെ ഇങ്ങനെ കെർവ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഒരു ഫീഡറിൻ്റെ ഒരു ഏരിയ കവർ ചെയ്തെടുത്തേക്കുന്നത് 1/2 അരയുടെ മെഷാണ്. അപ്പോൾ ആ 1/2 അരയുടെയും 1ക്ക് അരയുടെയും മെഷിൻ്റെ ഗേജ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് 8 ഗേജിൻ്റെ മെഷാണ് നമ്മൾ എടുത്തേക്കണേ. ഇവിടെ അതുപോലെ സൈഡിൽ അടിയിൽ അതുപോലെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിടത്തൊക്കെ നമ്മൾ
8 ഗേജിന് എടുത്തേക്കണം. ആകെ കൂടി അരക്കരയുടെ 10 ഗേജിന് മെഷ് എടുത്തേക്കുന്നത് ഇവിടെ മാത്രം. കാരണം വെച്ചാൽ ഒന്ന് കെർവ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്ട്രെങ്ത്തും കുറച്ച് കുറവ് മതി. അപ്പോൾ അങ്ങനെ എടുത്തേക്കുന്നത് നമ്മൾ അരക്കരയുടെ 10 ഗേജിൻ്റെ ഇവിടെ കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് റൂഫിംഗ് ഷീറ്റ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള റൂഫിംഗ് ഷീറ്റ്, CC ഷീറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതിന്ന് പറയുന്നത് ഞാൻ 6 ഷീറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 10 അടിയുടെ 6 ഷീറ്റാണ് എടുത്തേക്കണേ. യൂസ് ചെയ്തേക്കുന്നത് ബേബി കോയിൽ ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ന് പറയുന്നത് ബേബി കോയിൽ ഷീറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി പെയിന്റ് ചെയ്ത് വന്നേക്കുന്ന ഷീറ്റ്. കാരണം ഇവിടെ ഞാൻ പെയിന്റ് പഠിച്ചിട്ടുണ്ട് കണ്ട. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ നല്ല കോട്ടിംഗ് ഉള്ളൊരു ഷീറ്റാണ്. അപ്പോൾ ഇതിന് വില വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 121 രൂപയാണ് ഞാൻ വാങ്ങണ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ അത് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ടോപ്പ് ഡോർ, ഈ ഫീഡറിൻ്റെ ടോപ്പ് ഡോറിന് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സേഫ്റ്റിയുടെ പ്രിക്കോഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിയേക്കണേ. ആ മൂലയ്ക്ക്, ആ 2 സൈഡിൽ മൂലയ്ക്ക് ഇവിടെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ ബേബി കോയിൽ ഷീറ്റാണ് നമ്മൾ വെച്ച് യൂസ് ചെയ്തേക്കണേ കേട്ടോ. ഈ ഒരു ലോക്കുകൾ, ഈ ഒരു ലോക്ക് ഇട്ടാ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലോക്കുകളാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. ഈ ഒരു ഫ്രണ്ടിൽ ഇട്ടേക്കണ ലോക്കിന് 60 രൂപയോളം വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടി കാത് കുറച്ച് കൂടുതലുള്ളതാണ്. റിയർ സൈഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്തേക്കണ ആ ഒരു ലോക്കുകൾക്ക് 4 ലോക്കുകൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് നമുക്ക് 50 രൂപ വെച്ചിട്ടാണ് അതിന് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നിപ്പിൾ ഡ്രിങ്കർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൈപ്പ്, PVC പൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂബ്, അതായത് നമ്മുടെ ഗാർഡനിൽ യൂസ് ചെയ്താണ് ഹോസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയൊരു 20 ലിറ്ററിൻ്റെ ടാങ്ക്, നമ്മൾ വെള്ളം കൊടുക്കാനായിട്ടുള്ള ആ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസിൽ. പിന്നെ നമ്മൾ പാത്തി, ഈ 6 ഇഞ്ചിൻ്റെ പാത്തി നമ്മൾ ഫീഡറിന് വെക്കേണ്ട 6 ഇഞ്ചിൻ്റെ പാത്തി ക്ലാമ്പും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഈ 6 ഇഞ്ചിൻ്റെ പാത്തിയും 6 മീറ്ററിന് വരണം. നമ്മൾ നേരെ പകുതിയാക്കി 3 മീറ്ററിന് നമ്മൾ ആ സാധനം വാങ്ങിയിട്ട് പിന്നെ പാത്തി ക്ലാമ്പ് 6 ഇഞ്ചിൻ്റെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബേസിൽ നമ്മുടെ സ്ക്വയർ ട്യൂബ് കറക്റ്റായിട്ട് വെക്കാണ്ട് ഡമ്മി പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അത് 4ക്ക് 4ൻ്റെ ഡമ്മി പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഗേജ് പ്ലേറ്റ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കണേ. പിന്നെ ഈ സ്ക്വയർ ട്യൂബിൻ്റെ നമ്മൾ ഇങ്ങനെ റൂഫിൻ്റെ ഇങ്ങനെ സൈഡിൽ നമ്മൾ സ്ക്വയർ ട്യൂബ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കേണ്ടാവും. അപ്പോൾ ആ ഓപ്പൺ ആയിരിക്കുന്നത് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എൻഡ് ക്യാപ്പ് കിട്ടും. അത് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് എല്ലാ പോർഷനിലേക്ക് നമ്മൾ വാങ്ങി അത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നിപ്പിൾ ഡ്രിങ്കർ വാങ്ങിയത്, നിപ്പിൾ ഡ്രിങ്കറിന് വില വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നിപ്പിൾ ഡ്രിങ്കറിൻ്റെ ആ ഒരു അടിയിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിൽ ഇരിക്കണല്ലേ, ആ ഒരു സാധനത്തിന് 20 രൂപയും നിപ്പിൾ ഡ്രിങ്കറിന് 20 രൂപയും. അങ്ങനെ നമുക്ക് ആ ഒരു സെറ്റിന് വരുന്നത് 40 രൂപയാണ്. പിന്നെ ഇതിൽ നിങ്ങൾ കാണാൻ പറ്റാത്തൊരു മെറ്റീരിയൽ ഈ കളറാണ്. നമ്മൾ 2 ലിറ്റർ എപ്പോക്സി പ്രൈമർ വാങ്ങിയിട്ടുണ്ട്. അത് SD എന്ന് പറഞ്ഞ കമ്പനിയുടെ ഞാൻ വാങ്ങിയേക്കണം. അത്യാവശ്യം നല്ല പൈസ ഉണ്ട് അതിന്. അതുപോലെ തന്നെ പെയിന്റ് 2 ലിറ്റർ പെയിന്റ് വാങ്ങി കഴിഞ്ഞിട്ട് അതേ സെയിം കളറിലെ പെയിന്റ് വാങ്ങിയിട്ട് അടിച്ചിട്ടുണ്ട്. എല്ലാ പണിയും ചെയ്തത് രാത്രിയും പകലില്ലാണ്ട് ഞാൻ ചെയ്തത് ഞാനും എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ സാധനം ഒറ്റയ്ക്കൊന്നും പിടിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ സെൽഫ് സ്ക്രൂവിൻ്റെ കാര്യം ഞാൻ വിട്ടു. സെൽഫ് സ്ക്രൂ നമുക്കൊരു 2 ബോക്സ് അങ്ങോട്ട് വാങ്ങാം. ഒട്ടും കുറയില്ല. കാരണം വെച്ചാൽ 2 ബോക്സിനേക്കാളും കൂടുതൽ നമുക്ക് സെൽഫ് സ്ക്രൂ വേണ്ടി വരും. ഞാനിവിടെ വാങ്ങിയത് സെൽഫ് സ്ക്രൂ പട്ടയുടെ സെൽഫ് സ്ക്രൂണ് വാങ്ങി. അതിന് നമുക്ക് മുക്കാലിൻ്റെയാണ് വാങ്ങിയേക്കണേ. 2 ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ, നിങ്ങൾ ഇങ്ങനെ സാധനം വാങ്ങുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വാങ്ങിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വെൽഡിംഗ് റാഡിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. വെൽഡിംഗ് റാഡ് നമ്മൾ 12ൻ്റെ വെൽഡിംഗ് റാഡായിട്ട് യൂസ് ചെയ്തേക്കണം. അതായത് 12ൻ്റെ വെൽഡിംഗ് റാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു 2 ബോക്സ് വേണ്ടി വരും. അതായത് ഒരു ബോക്സ് കഴിയും, പിന്നെ ഒരു പകുതിയും കൂടിയും വരും. ബാക്കിയുള്ള നമുക്ക് വെക്കാൻ മറത്ത് എന്തെങ്കിലും വർക്ക് വരുമ്പോൾ അത് ചെയ്യാമല്ലോ. സ്ക്വയർ ട്യൂബൊക്കെ നമ്മൾ ബെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഓരോ ടൈമിൽ ഓരോന്നാണ്. പക്ഷേ 120 നോർമൽ വോൾട്ടേജ് പറയാൻ 120 വെക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് അടിക്കരുത്. കുത്ത എടുക്കുക അല്ലെങ്കിൽ സാധനം ഊതിപ്പും. അതായത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫുന്നുണ്ട് ഇങ്ങനെ പോവും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വെൽഡിങ്ങിൽ ഇതിൽ പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. എനിക്ക് ഈ ഒരു കൂടുണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വെൽഡിങ്ങും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്നും അതേപോലെ ഒരു കൂടുണ്ടാക്കണമെന്നും. അപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാനത് ചെയ്തേക്കണേ. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള നല്ലൊരു വെൽഡറെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച് പെട്ടെന്ന് പണികൾ തീരുട്ടാ. ഞാൻ തന്നെ ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ അവരാകുമ്പോൾ പെട്ടെന്ന് നല്ല ഇതിനേക്കാളും നല്ല ബെസ്റ്റ് ആയിട്ട് കൂടെ അവർ ചെയ്തു തരും. കാരണം അവർ സ്ഥിരം ചെയ്യുന്ന വർക്കാണ്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ പല സ്ഥലത്തും കാണാം. അപ്പോൾ അതൊന്നും നിങ്ങൾ ഇതാക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് പറയുന്നത് ഞാൻ ഉണ്ടാക്കി കൂടാന്നുള്ളത്, അതാണ് എൻ്റെ ഒരു ഇത്. എത്ര മോശമായാലും എത്ര നല്ലതാണെങ്കിലും എനിക്ക് പറയാൻ അവകാശപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കി കൂടാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്ര നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിഞ്ചസ് വേണം. അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്തുണ്ടോ ഹിഞ്ച് വേണം. അപ്പോൾ ഞാൻ നോർമൽ ആയിട്ടുള്ള ഹിഞ്ചിന് ഈ ഫ്രണ്ട് സൈഡിലൊക്കെ എടുത്തേക്കണം. വളരെ കുഞ്ഞ് ഹിഞ്ചുകളാണ് എടുത്തത്. റിയർ സൈഡിൽ നമ്മൾ ഒരു മീഡിയം ടൈപ്പുള്ള ഹിഞ്ചുകളൊക്കെ ആയിട്ട് എടുത്താണ്. അപ്പോൾ ഹിഞ്ചസ് ഇത്രയൊക്കെയാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസിൽ വന്നേക്കണേ. ഇനി ഇതിൻ്റെ ഫുള്ള് എങ്ങനെയാണ് മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്തേക്കണേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക്
വർക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോഴിക്കൂട് ഉണ്ടാക്കാൻ പോണേ. അപ്പം ഇവിടെ ഓൾറെഡി മുമ്പ് ഒരു കോഴിക്കൂട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഒരു 10 അടിയുടെ നീളം 5 അടി വീതിയുള്ള ഒരു കോഴിക്കൂട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോളോ ബ്രിക്സ് കട്ടകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളോ ബ്രിക്സ് കട്ടകളുടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 2 വെച്ച് ചിലയിടത്ത് വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് 3 ഉണ്ട്. പക്ഷേ ഈ ഒരു ഹൈറ്റില്ല, കുറച്ചുകൂടി ഹൈറ്റ് വേണം, ഒരു കട്ടയും കൂടി ഹൈറ്റ് വേണം. അപ്പോൾ നമ്മൾ ഹോളോ ബ്രിക്സ് കട്ടയൊക്കെ വെച്ച് ആ ലെവൽ ചെയ്യണ സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യുക. വാട്ടർ ലെവൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ വെച്ച് കഴിഞ്ഞിട്ട് ഓരോ കട്ടയിലേക്കും എല്ലാ കട്ടയിലേക്കും ഉള്ള ആ ഒരു വാട്ടർ ലെവലിൻ്റെ ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈ അറ്റത്താണെങ്കിൽ 3 വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഇവിടേക്ക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു കട്ടയും കൂടി കൂട്ടി ഹൈറ്റ് വെക്കണം. കാരണം എന്നാലാണ് എനിക്ക് അടിയിൽ ഇപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പം കോഴിയുടെ കാട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഹൈറ്റ് വേണം എന്നുള്ള ലെവലിലാണ് ഞാൻ അങ്ങനെ കട്ടയുടെ എണ്ണം കൂട്ടിയേക്കണം. പിന്നെ പ്രോപ്പറായിട്ട് ബേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബേസ്മെൻറ്റ് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആയിട്ട് മാറും. കാരണം കോമ്പാഞ്ഞിരിക്കുക അല്ലെങ്കിൽ ആങ്കോണിച്ചിരിക്കുക അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആക്കി നല്ല രീതിയിൽ വാട്ടർ ലെവലൊക്കെ കറക്റ്റ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ആണ് നമ്മൾ ഈ ഒരു കോഴിക്കാട്ടം വീഴാം. അപ്പോൾ അത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരാണ്ടിരിക്കാനും കോഴികൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വന്നിങ്ങനെ ഈ മൊത്തം ഇങ്ങനെ വാരി പുറത്തേക്ക് ഇടാണ്ടിരിക്കാനും ഞാൻ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ നമ്മുടെ ഹോളോ ബ്രിക്സ് കട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റെലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹോളോ ബ്രിക്സിന് തൊട്ട് മേലെ തന്നെ ഞാൻ വെച്ചേക്കുന്നത് 4x4 ഗേജ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 6 പിന്നെ നമ്മൾ അവിടെ നിന്ന് കാല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ നമുക്ക് 3 അടി, അതായത് 1 അടി ഇവിടെ, 1 അടി അവിടെ, 1 അടി അവിടെ, അതായത് 3 കാലുകൾ വെച്ചിട്ടുണ്ട്. ഓരോ അടി ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്തു. റിയർ സൈഡിൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 അടിയുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താ കാരണം ഇവിടെ 1 അടിയും അവിടെ 1.5 അടിയും ഡിഫറൻസ് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ 1.5 അടി വെക്കാൻ കാരണം നമുക്കൊരു സ്ലോപ്പ് വേണം, അതായത് ഇങ്ങനെ ചെരിഞ്ഞൊരു പ്രതലം വേണം. അങ്ങനെ ചെരിഞ്ഞൊരു പ്രതലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ 1 അടിക്കും അവിടെ 1.5 അടിക്കും നമ്മൾ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്തത്. ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കോഴികൾ ഇരിക്കുന്ന സ്ഥലം, അതാണ് ഫ്ലോർ എന്ന് മെയിൻ ചെയ്യണേ. ആ ഒരു നമ്മൾ കയറി ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ 1 അടിയും റിയർ സൈഡിൽ 1.5 അടി കേട്ടാ. അപ്പം ഇവിടെ 3 അടി അവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് എത്ര സ്ക്വയർ ട്യൂബ് വേണമെന്നുള്ളതൊക്കെ ഇനി നിങ്ങൾ ആ ഒരു അടി കണക്കുകൾ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഫ്രണ്ടിൽ 3 ഓരോ അടിയുടെയും റിയർ സൈഡിൽ 3 1.5 അടിയുടെയും. ഓക്കെ, ഇനി അവിടെ നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്ത് ഫ്ലോറിനെ കുറിച്ചൊക്കെ ഞാൻ പറയാതിന് മുമ്പ് നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു ഏരിയ കവർ ചെയ്യാന്ന് വെച്ചിട്ടാ. ഇതാണ് നമ്മളെ ഫീഡർ ബോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഴി മുട്ട വരുന്ന സ്ഥലം, കോഴിയുടെ മുട്ട എടുക്കുന്ന സ്ഥലം, അടച്ചു വെക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ള തീറ്റകൾ കോഴിക്ക് തുടങ്ങും തീറ്റയിലിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. കോഴികൾ അവിടെ മുട്ട ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കൈയിട്ടിട്ട് മുട്ട എടുക്കാനും സാധിക്കും. പിന്നെ ഇത് ആരും എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കുകയാണ്, അതായത് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികളും പട്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും അനിമൽസ് എന്നല്ല പറയാൻ പറ്റില്ല, ഇവിടെ വലിയ അനിമൽസ് ഒന്നും വരില്ല. കോഴികൾ സ്വന്തം ഇവിടെ കുറേ എണ്ണം ഉണ്ട് ഇവിടെ തുറന്നിട്ട് നടക്കണ സാധാ കോഴികൾ, അവറ്റിങ്ങൾ, അതേപോലെ കാക്ക, അതുപോലെ ഇനിയിപ്പോൾ എല്ലാം കുറുക്കന പട്ടി എന്തെങ്കിലും വന്നിട്ട് കോഴിമുട്ട അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോറിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ 10 അടി നീളം അതുപോലെ 10 ഇഞ്ച് വീതിയാണ് വരണേ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 18ന്റെ സ്ക്വയർ ട്യൂബാണ്, മുക്കാൽ യൂസ് ചെയ്തേക്കണേ. നീളം വരുന്നത് 10 അടി, അതുപോലെ വീതി വരുന്നത് 10 ഇഞ്ച് ഇട്ടാ. അങ്ങനെ നമ്മൾ 10 ഇഞ്ചിന്റെ വീതിയിലുള്ള ആ ഒരു സ്ക്വയർ ട്യൂബുകൾ 5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ 3 ഹിഞ്ചസുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്, 20 രൂപയുടെ 3 ഹിഞ്ചുകൾ. അത് നമ്മുടെ സാധാ ഈ ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ആ ഒരു നമ്മളെ ഹിഞ്ചുകൾ കിട്ടും. അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ ചെയ്യുക. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ വെൽഡിങ് ആണ് ചെയ്തേക്കണേ. ഈ ഒരു ബേബി കോയിൽ ഷീറ്റ് മാത്രം നമ്മൾ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ചെയ്തേക്കണം കേട്ടോ. വെൽഡിങ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളാണ് വീട്ടിൽ ആ ഒരു വെൽഡിങ് ചെയ്യണമെങ്കിൽ സേഫ്റ്റി ഗോഗിൾസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സേഫ്റ്റി ഗ്ലൗസ്, സേഫ്റ്റി ബൂട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം ഈ ഭാഗത്തേക്ക് വരുത്തിക്കാണ്ടിരിക്കുക. കാരണം അവരുടെ കണ്ണിലേക്ക് ഈ ഒരു നമ്മൾ സ്പാർക്കിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ പിസറുകൾ, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ നല്ല രീതിയിൽ വേദന എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ആരും വരരുതിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയണത്, നമ്മൾ 12ന്റെ വെൽഡിംഗ് റാഡാണ് യൂസ് ചെയ്തേക്കണേ. വെൽഡിംഗ് സെറ്റ് ചെയ്യണം, വെൽഡിംഗ് മെഷീനിൽ സെറ്റ് ചെയ്ത് 120 വോൾട്ടേജിലാണ് നമ്മൾ ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതും തീർത്തേക്കുന്നതും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ
ഈ ഒരു എഡ്ജിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഡ്ജ് വരും. എഡ്ജ് വരുന്ന സമയത്ത് നമ്മൾ 45 ഡിഗ്രി ആംഗിൾ നമ്മൾ നമ്മുടെ ആംഗിൾ കട്ടർക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വെൽഡ് ചെയ്തേക്കണം. അതുപോലെ തന്നെ അതായത് നമുക്ക് ഇങ്ങനെ വരുന്ന പൊസിഷൻ, അതായത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു മൂല വരുമല്ലോ, മൂല വരുന്ന സമയത്ത് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വെൽഡിങ് പിടിപ്പിച്ചത്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഞങ്ങൾ ഇത്തിരി നല്ല ഭംഗിയിൽ അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ രീതിയിലും വെൽഡിങ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ വെൽഡിങ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്തല്ല പഠിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുക, സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വെൽഡർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പരിപാടി തീരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ഫുള്ള് വെൽഡ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ സ്ട്രക്ചർ, ടയർ ഡോറിൻ്റെ സ്ട്രക്ചർ വെൽഡിങ് ചെയ്ത് വെച്ചു. അതിനുശേഷം ബേബി കോയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ബേബി കോയിലിൻ്റെ ആ ഒരു വീതി പറയണമെങ്കിൽ 1 അടിയുടെ ബേബി കോയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 1 അടിയുടെ ബേബി കോയിൽ ഞാൻ 10 അടിയുടെ ആ ഒരു ലെങ്ത്തിൽ ഞാൻ വാങ്ങി. അത് വാങ്ങിയതിന് ശേഷം സെൽഫ് സ്ക്രൂ വെച്ച് ഇങ്ങോട്ട് അടിച്ചിട്ട് ഈ ഒരു 10 ഇഞ്ച് വരെയാണ് നമുക്ക് ഇവിടെ സെൽഫ് സ്ക്രൂ അടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആ ഒരു 2 ഇഞ്ച് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ സെൽഫ് സ്ക്രൂ അടിച്ചു. അപ്പോൾ നമ്മുടെ ബേബി കോയിലിൻ്റെ ഒരു ഡോർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹാൻഡിലാണ് വേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഞാൻ എങ്ങനെ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ പാത്തി ഉണ്ടല്ലോ, ഫീഡറിൻ്റെ പാത്തി, ആ പാത്തി കൊടുക്കാനുള്ള പാത്തി ക്ലാമ്പ് വാങ്ങിയിട്ടുണ്ടായി. ആ പാത്തി ക്ലാമ്പിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ പോർഷൻ ഇങ്ങനെ പുറകേക്ക് വെക്കണ്ടായി. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ ഞാൻ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാൻഡിൽ ബാർ നമ്മൾ അതും അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഒരു റൗണ്ട് ലോക്ക് ഇടാനായിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം വേണമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കമ്പി ഉണ്ട്, ആ കമ്പിയെ വളച്ച് കഴിഞ്ഞിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ലോക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോക്ക് എന്ന് പറയുന്നത് 60 രൂപയുടെ ലോക്ക്, കുറച്ച് നമുക്ക് ആദ്യം ലെങ്ത് കൂടിയ ഒരു ലോക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോറിൻ്റെ ഏരിയ കഴിഞ്ഞു, ഈ ഹാൻഡിൽ ബാർ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ തുറന്നു വെച്ചു കേട്ടോ. ഹിഞ്ചിൻ്റെ കാര്യം പറഞ്ഞു, ഇത് തുറന്നു വെച്ചു. ഇനി ഇപ്പോൾ ഇതിന് തൊട്ട് താഴെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഇവിടെ താഴെ വേണം. അതായത് ഇത് നമ്മൾ ഈ താഴത്തെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് 16 ഗേജിന്റെ സ്ക്വയർ ട്യൂബാണ്. അവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ വരണം. അതായത് നമ്മൾ 10 ഇഞ്ചിന്റെ 16 ഗേജിന്റെ മുക്കാൽ 10 ഇഞ്ച് വീതിയുള്ളത്, 15 വീതമുള്ളത് 3 നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സെന്റർ പോർഷൻ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു എഡ്ജിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു എഡ്ജിൽ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 അടിയുടെ 16 ഗേജിന്റെ തന്നെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ ഇവിടെയും കിട്ടി. അപ്പൊ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഒരു മെഷ് വളച്ചെടുക്കാന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അടിയിൽ നിന്ന് നമ്മൾ മെഷ് വളച്ചെടുത്തേക്കുന്നത് അരക്കരയുടെ 10 ഗേജിന്റെ മെഷാണ് നമ്മൾ വളച്ചെടുത്തേക്കണേ. അത് വളച്ചെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വളച്ചെടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഒരു ഫ്ലോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്തേക്കണോട് നമ്മൾ ഈ മെഷിനെ ജസ്റ്റ് താഴത്തേക്ക് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ അടിക്കുക, ജസ്റ്റ് ഒന്ന് സെൽഫ് സ്ക്രൂ അടിക്കുക. അതിനുശേഷം ഒന്ന് വളച്ചെടുക്കുക, നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് വളച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിക്ക് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ സെൽഫ് അടിച്ചേക്കണം. അതായത് അവിടെ ഒരു സെൽഫ് അടിച്ചു, നേരെ വളച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ഒരു സെൽഫ് അടിച്ചു. അപ്പം നമുക്ക് ഒരു വളവ് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. 8 ഗേജിന്റെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വളച്ചെടുക്കാൻ. 10 ഗേജിന്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വളച്ചെടുത്ത് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ സാധനം മെഷ് സെറ്റ് ചെയ്തു. ഈ മെഷ് നമുക്ക് കിട്ടിയത് 5 അടി ഹൈറ്റിലുള്ള മെഷാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 5 അടി, 1.5 അടിയിൽ 5 അടിയുടെ 2 എണ്ണം വാങ്ങിയിട്ടാ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, 5 അടിയുടെ 3 അടിക്ക്, അതായത് 5 അടി ഹൈറ്റും 3 അടി വീതിയുള്ള മെഷ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ ഒരു 1.5 അടിക്ക് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് 2 മെഷായി കറക്റ്റ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മടക്കി കഴിഞ്ഞിട്ട് വെച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്, ഇങ്ങനെയുള്ള കൂട്, ഫീഡറിന്റെ കൂട് സെറ്റായി. ഇനി അതിന്റെ ഉള്ളിൽ നമുക്ക് പാത്തി വെക്കണം. പാത്തി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയേക്കുന്നത് പറഞ്ഞല്ലോ, 6 ഇഞ്ചിന്റെ പാത്തിയാണ് നമ്മൾ വാങ്ങിയേക്കണേ. അത് ബ്ലാക്ക് കളറാണ്, നമുക്ക് ഈ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. 3 മീറ്ററിലുള്ളത് പകുതിയായിട്ട് വാങ്ങുക ചെയ്തത്. അതുപോലെ പാത്തി എൻഡ് ക്യാപ്പുകളുണ്ട്, പാത്തിയുടെ എൻഡിൽ വെക്കുന്ന ക്യാപ്പ് ഉണ്ട്, അത് കൂടി 2 വാങ്ങി, അത് 2 ഞാൻ വാങ്ങി സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാത്തി ക്ലാമ്പാണ് വാങ്ങിയേക്കണം. 6 ഇഞ്ചിന്റെ പാത്തി ക്ലാമ്പ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വാങ്ങി. എന്നിട്ട് എനിക്കിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 4 കള്ളികളാണ് ഉള്ളത്. അപ്പോൾ 4 കള്ളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡ്ജുകളിൽ 2 എഡ്ജിലായിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 എഡ്ജുകളുണ്ട്. അതിൻ്റെ ഇടയിൽക്കൂടെ 4 കള്ളികളാക്കാനുള്ള ഒരു 3 സ്ക്വയർ ട്യൂബ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗത്തും സ്ക്വയർ ട്യൂബ് എവിടെയൊക്കെ ഇങ്ങനെ വെർട്ടിക്കൽ വരണം അവിടെയൊക്കെ നമ്മൾ ഈ ഒരു പാത്തി ക്ലാമ്പ് വെച്ചുകൊണ്ട് വെൽഡ് ചെയ്തു. ഓക്കെ, എല്ലായിടത്തും വെൽഡിങ് നടത്തുകയാണ്, വെൽഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാത്തി ക്ലാമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലേക്ക് വെച്ചു. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ പാത്തി ക്ലാമ്പൊക്കെ വെക്കാൻ. പിന്നെ പാത്തി ക്ലാമ്പ് ഇപ്പോൾ
വെക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്തി വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സെൽഫ് സ്ക്രൂ എടുത്ത് കഴിഞ്ഞിട്ട് ഇതുമേ ഒന്ന് ഒട്ടിച്ച് വെക്കാം. അതായത് ഈ ഒരു നമ്മുടെ പാത്തി ക്ലാമ്പും പാത്തി നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു പാത്തി ഇതിനുള്ളിൽ ഇരിക്കുക കേട്ടോ. ഈ ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു കാര്യമുണ്ട്. ഡോറ് തുറക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡോർ വേണം ഇങ്ങനെ തുറന്നു, പക്ഷെ ഇത് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിൽ ബാർ മനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ലോക്ക് ഉണ്ടാക്കി നേരെ ഒരു ലോക്ക് ഉണ്ടാക്കി അവിടെ വെച്ചു. പക്ഷേ ഇത് എപ്പോഴും ഒരു നമുക്ക് ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ 2 എഡ്ജുകളിലായിട്ട് ഞാൻ ഇവിടെ ഒരു നമ്മുടെ കുറ്റിയും കുളത്തെന്ന് പറയും. അപ്പോൾ ആ കുറ്റിയും കുളത്തും വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ലോക്ക് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയുണ്ട് കുറ്റിയും കുളത്തും. ഇത് കണ്ട കുറ്റിയും കുളത്തും ഇവിടെയും ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കും ഇപ്പോൾ മൂവ് ചെയ്യേണ്ട കാര്യമില്ല കണ്ട. അപ്പോൾ അതും അവിടെ ഇട്ട് വെച്ചു, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എങ്ങോട്ടും ഇനിയിപ്പോൾ ഇത് വീഴോന്നുള്ളൊരു പേടി വേണം. അപ്പോൾ അത് സേഫായിട്ട് അത് ഇവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മളങ്ങനെ ഫീഡർ ബോക്സ്, അതായത് ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു കഷ്ണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്താ ഓരോ കഷ്ണങ്ങളായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരാണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു കഷ്ണം അങ്ങനെ നനഞ്ഞെടുത്ത് മാറ്റി എന്നുള്ളൊരു ലെവലിൽ നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു കഷ്ണം ഇല്ല. ഇനി നമ്മൾ പറയുന്നത് ഫ്രണ്ടിലത്തെ ഒരു പോർഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ഏരിയ നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ റിയർ സൈഡും സൈഡൊക്കെയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോർ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞല്ലോ. നമ്മളുടെ നേരത്തെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ടാക്കി എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്ലാറ്റ്ഫോം സ്റ്റാർട്ടാക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ബേസാണ്. ബേസിൽ നിന്ന് നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് ഈ ഒരു അടി ഉണ്ടല്ലോ, ഒരു അടി ഇങ്ങനെ വെർട്ടിക്കൽ വരുന്ന, അതായത് നമ്മൾ മേലേക്ക് വരുന്ന ഒരു സ്ക്വയർ ട്യൂബുകൾ നമ്മൾ എവിടെയും കട്ട് ചെയ്യരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കൂടിൻ്റെ ബലത്തിന് അത് പ്രശ്നമാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും നമ്മൾ വെൽഡ് ചെയ്ത് വെക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് മാക്സിമം കട്ട് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 6 കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലായിടത്തും 1 കാല് 2 കാല് 3 കാല് ഇങ്ങനെ ഉണ്ടല്ലോ. ഫ്രണ്ടിലത്തെ കാലുകൾ എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ചെയ്യണം. അതായത് ഫസ്റ്റ് 1 അടിക്ക് നമുക്ക് ഫ്ലോർ വേണം. അതിനുശേഷം 1 അടിയിൽ നിന്ന് ഏകദേശം ഒരു 3 അടിക്ക് നമ്മുടെ ഈ ഒരു മെഷ് വെക്കാൻ സാധിക്കണം. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി ഹൈറ്റിലായിരിക്കണം നമ്മുടെ റൂഫ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാൽക്കുലേഷനിൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് 1 അടി ഹൈറ്റിൽ നമ്മുടെ ആ ഒരു കൂട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ലെവലിൽ 1 അടിക്ക് സെറ്റ് ചെയ്തു. അവിടെ നിന്ന് ഏകദേശം 3 അടി, അതായത് ഈ ഒരു കേജിൻ്റെ ഈ ഒരു മെഷിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 അടിയാണ്. അവിടെ നിന്ന് ഏകദേശം എത്ര അടി നമ്മൾ എടുത്തിട്ടുണ്ടാവും, ഏകദേശം 2 അടിയും കൂടി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് വെച്ചു. നമ്മുടെ ഈ ഒരു റൂഫ് കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ല എയർ പാസേജ് നന്നായിട്ട് വേണം. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹൈറ്റ് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചുട്ടാ. അപ്പം നമുക്ക് താഴത്തെ 1 അടി, ഇവിടെ നിന്ന് ഒരു 3 അടി, അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 2 അടി. ഓക്കെ, അപ്പം എത്ര അടിയായി? 1 3 4 4 2 6 അടിയുടെ ആ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 6 അടിയാണ് നമ്മുടെ ഈ ഒരു ടോട്ടൽ ഹൈറ്റ് ഒരു ലെഗിൻ്റെ ആയിട്ട്, അതായത് ഫുൾ ഒരു കാലിൻ്റെ വരുന്നത്. അങ്ങനെ ഫ്രണ്ടിൽ നമുക്ക് പ്രധാനമായിട്ട് 3 കാലുകളാണ്. 3 കാലുകൾ 6 അടിയിൽ വന്നു. പിന്നെ ഈ 3 കാലുകൾക്ക് ഇടയിൽ നമ്മൾ പാർട്ടീഷൻ കൊടുക്കാനായിട്ട് ഇവിടെയും ഒരു പാർട്ടീഷൻ്റെ ഒരു സ്ക്വയർ ട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 അടിയാണ്. അതായത് ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 സ്ക്വയർ ട്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 3 അടി. അപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് എത്ര എണ്ണം വന്നിട്ടുണ്ട്? 6 അടിയുടെ 3 എണ്ണം, അതുപോലെ തന്നെ 3 അടിയുടെ 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് തൊട്ട് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ 3 ലെഗുകൾ സ്റ്റാർട്ട് ചെയ്യണോടത്ത് നമുക്കൊരു 10 അടിയുടെ ഒരു ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് 10 അടിയുടെ ഒരു സ്ക്വയർ ട്യൂബ് വേണം. എങ്കിലല്ല നമുക്ക് ഈ സാധനങ്ങൾക്ക് ഇങ്ങനെ പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ വരുന്ന പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തില്ലേ, പകരം ഇങ്ങനെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ ഹൊറിസോണ്ടലായിട്ട്, ആ വരുന്ന പോർഷൻസ് നമ്മൾ 2.5 അടിക്ക്, അതായത് മനസ്സിലാക്കുക 2.5 അടിക്ക് നമ്മൾ കട്ട് ചെയ്തു. എല്ലാതും 10 അടിയുടെ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് 2.5 അടിക്ക് ആകുമ്പോൾ 4 കഷ്ണം കിട്ടും. ആ 4 കഷ്ണങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ വെൽഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടി. അതായത് ഇങ്ങനെ 3 കാലും ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെഗ് നമുക്ക് കിട്ടി. അപ്പോൾ അതിന് കൂട്ടത്തിൽ ഇങ്ങനെ 2 സ്ക്വയർ ട്യൂബുകളോട് നമുക്ക് വെക്കാനായിട്ട് സാധിച്ചു. ഇതേ സെയിം പരിപാടി തന്നെയാണ് നമ്മൾ റിയർ സൈഡിലും വെച്ചേക്കണേ. വേറെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. അവിടെ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ ഡോറുകൾ വെച്ചിട്ടുണ്ട്. ആ ഡോറുകളുടെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം എളുപ്പമാണ്. വിത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ അപ്പോൾ 5 അടിയുടെ സ്ക്വയർ ട്യൂബ് 3 16 16 5 അടിയുടെ സ്ക്വയർ ട്യൂബ് 5 എണ്ണം വേണം.
അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെൽഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെൽഡ് ചെയ്ത് ഇവിടെ റിയർ സൈഡിലെ ലെഗിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 16 ഗേജിൽ, ഇവിടെ വരുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതായത് 1.5 അടിക്കാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഫ്രണ്ടിൽ 1 അടിക്കും. അതായത് നമുക്ക് ഇങ്ങനൊരു സ്ലോപ്പ് വേണം. കോഴി എവിടെ മുറിച്ചാലും ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുന്ന സ്ലോപ്പാണ് നമ്മൾ കൊടുത്തേക്കണേ. അപ്പോൾ ഇവിടെ 1.5 അടിക്ക് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ഇവിടെ കൊണ്ട് നമ്മൾ വെൽഡ് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലെഗ് ഉണ്ട്, സെൻറ്ററിലത്തെ ഒരു ലെഗ് ഉണ്ട്, അതിനപ്പുറത്ത് ഒരു ലെഗ് ഉണ്ട്. ഓക്കെ, അവിടേക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ 5 അടിക്ക് നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് സ്ക്വയർ വെച്ചിട്ട് എല്ലായിടത്തും വെൽഡ് ചെയ്തു. 5 എണ്ണം വെൽഡ് ചെയ്തു. ഇവിടെ എവിടെയും കട്ട് ചെയ്യരുത്. നേരത്തെ ഞാൻ ഫ്രണ്ടിൽ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ ഇവിടെയും കട്ട് ചെയ്യാൻ പാടില്ല. പകരം ഇതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഇടില്ലേ, അങ്ങോട്ട് ഇടുന്നത് 2.5 അടിക്ക്, അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വെച്ച് പോകും. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 5 എണ്ണം വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഓരോ കഷ്ണങ്ങൾ വെക്കണം. അതായത് നേരത്തെ നമ്മുടെ കള്ളികൾ പാർട്ടീഷൻ ചെയ്തല്ലോ, ഫ്രണ്ടിൽ പാർട്ടീഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് 3 അടിയുടെ തന്നെ സ്ക്വയർ ട്യൂബ് റിയർ സൈഡിൽ നമുക്ക് വെച്ച് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ചു. നമുക്ക് ബാക്ക് സൈഡിൽ ആക്കൂടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഡോറുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡും ഈ സൈഡുകളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുവിധം മനസ്സിലാവും. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഫ്രണ്ട് സൈഡിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ മെഷ് വെച്ചിട്ടുണ്ട്. ആ മെഷ് വെച്ചേക്കണതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ മെഷ് എന്ന് പറയുന്നത് 3 അടിയുടെ മെഷാണ് എടുത്തേക്കണം. 3 അടിയുടെ 1.5 മെഷ് 8 ഗേജിൻ്റെ എടുത്തേക്കണം. അത് ഫ്രണ്ടിൽ മൊത്തം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ സൈഡുകളിൽ വെച്ചേക്കുന്നത്, സൈഡിൽ ഇവിടെ വെച്ചേക്കുന്നത് നമുക്ക് 5 അടിയാണെന്ന് അറിയാം. ടോട്ടൽ 5 അടിയാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ വരണേ. അതിൽ 2.5 അടി വീതിയും 3 അടി ഹൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മെഷ് എടുത്തിട്ടുണ്ട്. 1.5 മെഷ് 8 ഗേജിൻ്റെ മെഷാണ് എടുത്തേക്കണേ. ബാക്കിത്തെ പോർഷൻ എന്ന് പറയുന്നത് ബേബി കോയിൽ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. അതെന്ന് പറയുന്നത് 2.5 അടി വീതിയും 3 അടി ഹൈറ്റുള്ള ബേബി കോയിൽ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് മറച്ചു വിട്ടാം. ഫ്രണ്ടിൽ എന്ന് പറയുന്നത് 3 അടി ഹൈറ്റുള്ള മെഷ് 10 അടി, അതായത് സിംഗിൾ സ്ട്രെച്ചിൽ നമ്മൾ 10 അടി അങ്ങനെ വെച്ചേക്കാം. എവിടെയും കട്ടൊന്നും ചെയ്തിട്ടുള്ളത്. 10 അടിയുടെ ആ ഒരു മെഷ് 3 അടി ഹൈറ്റിൽ നേരെ വെച്ചിങ്ങോട്ട് ചെയ്തേക്കാം. എന്താ കാര്യം വെച്ചാൽ നമുക്ക് അവിടെ കോഴികൾക്ക് തലയിടാനുള്ള സാധനങ്ങൾക്ക് നമുക്ക് കട്ട് ചെയ്താറുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണെന്നുള്ളത്. അപ്പം ഈ ഒരു മെഷ് ഇവിടെ വെച്ചേക്കുന്നതും ഈ ബേബി കോയിൽ ഇവിടെ ചെയ്തേക്കുന്നതും അതേ സെയിം കാര്യം തന്നെ, വേറെ ഒരു മാറ്റില്ല, ഒരു അളവിൽ വ്യത്യാസമില്ല. ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു എഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോഴികൾക്ക് നല്ല രീതിയിൽ ഈ തീറ്റ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ 1.5 ഈ ഒരു മെഷ് നമ്മൾ സെറ്റ് ചെയ്തേക്കാം. റിയർ സൈഡിൽ നമുക്ക് ഡിഫറൻസ് എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മൊത്തം ഓപ്പൺ ആയിരുന്നെങ്കിൽ റിയർ സൈഡിൽ മോസ്റ്റ്ലി എല്ലാ ഭാഗവും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ബേബി കോയിൽ ഷീറ്റിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് 3 അടി ഹൈറ്റും അതുപോലെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 അടിയാണ്. 1.5 അടിയുടെ 3 അടി കേട്ടോ ഹൈറ്റ്, 3 അടി ഹൈറ്റ് 1.5 അടി വീതിക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ എഡ്ജിലും അതുപോലെ തന്നെ ആ എഡ്ജിൽ എന്ന് പറയുന്നതും സെയിം തന്നെ, ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും, വേറെ ഒരു മാറ്റങ്ങളില്ല. അപ്പോൾ ഒരു സൈഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ പോരെ. അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫ് സ്ക്രൂ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇവിടെ നമ്മളൊരു സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ, അതായത് ഈ ഒരു കാര്യങ്ങളൊന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്വയർ ട്യൂബ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചേക്കണ സ്ക്വയർ ട്യൂബിൻ്റെ അളവ് എന്ന് പറയുന്നത് 3 അടിയുടെ തന്നെയാണ്. 18 ഗേജിൻ്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ ഇതിനുള്ളിൽ വെച്ചേക്കണേ. 3/4. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് ഹിഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഇതധികം വെയിറ്റ് ഒന്നും ഇല്ല എങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹിഞ്ച് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 അടി വീതി, ഈ ഒരു ഇതെന്ന് പറയുന്നത് 1 അടി വീതിയും ഇതെന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. 1.5 അടി കേട്ടോ. 1.5 അടി ഹൈറ്റും 1 അടി വീതിയുള്ള ഒരു ഡോറാണ് ഇവിടെ നമ്മൾ വെച്ചേക്കണേ. 2 ഹിഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡോറാണ് കണ്ടോ. സെൻറ്ററിലേക്ക് കൂടെ ഒരു സ്ക്വയർ ട്യൂബ് മാത്രം നമ്മൾ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിനെ കവർ ചെയ്തേക്കുന്നത് നമ്മുടെ ആ ഒരു ബേബി കോയിൽ ഷീറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ളൊരു തണ്ടും താഴും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മേലേക്ക് ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്തു ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്. ഇവിടെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മേലേക്ക് ഇടാൻ പറ്റും കേട്ടോ. ഇത് ജസ്റ്റ് കഴിച്ച് തരാം. അതെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു കൂട്ടിൽ ആ ഒരു ഇതിട്ടാണ് കറുത്താലുണ്ട്, ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ അപ്പോൾ അങ്ങനെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. എല്ലാ ഡോറിൻ്റെയും ഒറ്റൊരു പോയിന്റിലേക്കാണ് ഞാൻ ഡോറുകൾ രണ്ടും ഞാൻ കണക്ട് ചെയ്ത് വെച്ചാണ്. ഒന്നിലേക്ക് അത് രണ്ടാമത്തേത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഡോറിൻ്റെ അതേ അളവ് ഇങ്ങനെ ഇതിനും അതേപോലെ തന്നെ ആ ഒരു സൈഡിലുള്ള ആ 2 ഡോറിനും സെയിം തന്നെ. അപ്പം ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 18, അതേപോലെ തന്നെ ഈ ഒരു വീതി എന്ന് പറയുന്നത് 12. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് കണ്ട ഈ ഒരു ഏരിയ, അതായത് ഫുള്ളൊരു മെഷ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കവർ ചെയ്തേക്കാണ്.
ഇവിടെ വരുന്നത് നമുക്കറിയാമല്ലോ 12 അപ്പോൾ അതേ ലെവലിൽ തന്നെ ഇവിടെയും നമ്മൾ ഈ ഒരു സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുണ്ട്. അതിനെ കണക്കാക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു മെഷ് എടുത്ത് കട്ട് ചെയ്യുക. അതായത് 2 അടി വരും. ഇപ്പോൾ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 2 അടിയും ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 18 ഇഞ്ചിനേക്കാളും തൊട്ട് താഴെയായിട്ട് വരും. ഒരു 18 ഇഞ്ചിന് തന്നെ കട്ട് ചെയ്യണം. 24 ഇഞ്ച്, ഏകദേശം ഒരു 25 ഇഞ്ചോളം നമുക്കിവിടെ വേണ്ടി വരും. 25 ഇഞ്ച് വിഡ്ത്തും അതുപോലെ ഹൈറ്റ് നോക്കണമെങ്കിൽ നമുക്ക് 18 ഇഞ്ചിൻ്റെ ഒരു മെഷ്, അരക്കരയുടെ 8 ഗേജിൻ്റെ മെഷാട്ടോ ഇത്. 8 ഗേജിൻ്റെ മെഷ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതും സെറ്റായിട്ടിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ സെൽഫ് സ്ക്രൂ മാത്രമല്ല, നമ്മൾ വെൽഡും കൂടി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അഴിച്ച് എടുക്കാമെന്നുള്ള രീതിയും ലെവലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതും നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. വേറെ ഒരു മാറ്റങ്ങളും എവിടെയില്ല. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ അവിടെയും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സെൻറ്ററിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ഞാൻ ക്ലോസ് ചെയ്തേക്കാം, ഫുള്ള് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ സെൻറ്ററിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ക്ക് 3ൻ്റെ, അത് 3 അടി ഹൈറ്റും 3 അടി വിടുത്തുള്ള ബേബി കോയിൽ ഷീറ്റ് ഇങ്ങനെ ഞാനിവിടെയും വെച്ചേക്കണേ. അപ്പോൾ കണ്ട ഇവിടെയും അതുപോലെ തന്നെ. വേറെ ബാക്ക് സൈഡിൽ ഒരു സൈഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നത് സെയിം ഇങ്ങനെ ഒരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കൂട്ടിൽ മാത്രം ഞാൻ ഒരു ചെറിയൊരു നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നൊരു ഡോറിങ് സിസ്റ്റം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം വരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾ അങ്ങോട്ട് മാറ്റി കോഴിക്കുഞ്ഞുങ്ങളെ വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡോറിങ് സിസ്റ്റം കണ്ട. ഇത് നമുക്ക് തുറക്കാം അടയ്ക്കാം കണ്ട. അപ്പോൾ ഇതിന് ഒരു പാർട്ടീഷൻ ആണെങ്കിൽ പാർട്ടീഷൻ ആണാനും അല്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. അതായത് വലിയ ഡോറിനൊന്നുമല്ല. നമുക്ക് ഇതിന് വേണ്ടി ഡോറിന് വേണ്ടി കുറേ നമ്മളിതൊന്നും ചിലവാക്കിയിട്ടില്ല, സ്ക്വയർ ട്യൂബ് കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല. ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്പണിംഗ് സിസ്റ്റം നമ്മൾ വെച്ചേക്കാം കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അടയ്ക്കുക എന്നുള്ള സ്കീം മാത്രം. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമ്മുടെ കുറ്റും കൊടുത്ത് എങ്ങനെ വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചു. സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു കാതുണ്ടല്ലോ, ഈ കാത് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വെച്ചൊന്ന് ഒരു സ്പോട്ട് അടിക്കുക. സ്പോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ ഒരു കുറ്റി ഇങ്ങനെ ഇട്ട് നോക്കാം, മൂവ് ചെയ്യണില്ലേ. അതേപോലെ തന്നെ ഇതും ഒരു സൈഡിൽ ഒരു ചെറുതായിട്ട് വെച്ചിട്ട് വെച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കാം. മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ കൂടി വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തൊരു കാര്യം ഫുൾ വെൽഡ് ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുന്നത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു തണ്ടിൻ്റെ ഈ ഒരു ലോക്ക് വരുന്ന സിസ്റ്റം നമ്മൾ ജസ്റ്റ് വെച്ചൊന്ന് സ്പോട്ട് അടിച്ച് നോക്കുക, കറക്റ്റായിട്ട് അതിൽ ഇരിക്കണേ, നമുക്ക് ഈ സാധനം കറക്റ്റായിട്ട് ഇടാൻ പറ്റണില്ലേ എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വെച്ച് വെൽഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീതി അറിയാം, നീളം അറിയാം. വീതി എന്ന് പറയുന്നത് 5 അടിയും നീളം എന്ന് പറയുന്നത് 10 അടിയാണ്. അപ്പോൾ നീളത്തിലേക്ക് നമുക്ക് വേണ്ടത് 10 അടിയുടെ 4 സ്ക്വയർ ട്യൂബ് വേണം. 3/4 16 ഗേജിൻ്റെ. വീതി നോക്കണമെങ്കിൽ നമുക്ക് 5 അടിയുടെ 5 എണ്ണം വേണം. 5 അടിയുടെ 3/4 16 ഗേജിൻ്റെ 5 അടിയുടെ 5 എണ്ണം വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീതിയിൽ വെക്കുന്നത് ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അതായത് കട്ട് ചെയ്യരുത്. ഇങ്ങനെ നീളത്തിൽ വെക്കുന്നത് നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, ഫ്രണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫ്രണ്ടിൽ നമുക്ക് 2 അടിയിൽ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 2 അടിയിൽ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ പോർഷനിലും നീളത്തിൽ വരുന്നത് നമ്മൾ 2 അടിയിൽ കട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് വീതിയിലാണെങ്കിൽ കട്ട് ചെയ്യരുത്. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതിലേക്ക്, ആ ഫ്ലോറിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം നീളത്തിലുള്ളത് 10 അടിയിൽ നമ്മൾ 4 ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ 2 അടിയിലേക്ക് കിട്ടി, നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. നീളത്തിലുള്ളത് കാര്യം സെറ്റായി. അതിനുശേഷം റിയർ സൈഡിലും അതുപോലെ സെറ്റാക്കി. ഇൻ്റർമീഡിയറ്റ് വരുന്ന ആ ഒരു ഫ്ലോറിലേക്കുള്ളത് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫ്ലോർ സെറ്റ് ചെയ്യാൻ നമുക്ക് ആകെ കൂടെ വേണ്ടതെന്ന് പറയുന്നത് 4 എണ്ണം 10 അടിയും വേണം. 5 അടിയുടെ 5 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ സെറ്റ് ചെയ്യാം. വളരെ സിമ്പിളായൊരു ഫ്ലോർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വെക്കേണ്ട ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 1 അടിയുടെ ഹൈറ്റ്, അതായത് ഈ ഒരു ഫ്ലോറിൽ നിന്ന് നമ്മൾ 1 അടിയുടെ ഹൈറ്റിൽ നമ്മൾ അവിടെ വെച്ച് ഫിക്സ് ചെയ്യാം. മേലേക്ക് റിയർ സൈഡിലാണെങ്കിൽ നമ്മൾ 1.5 അടിയിൽ വെച്ച് ഇങ്ങനെ ഫ്ലോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിൻ്റെ പരിപാടി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ 3 അടിയുടെയാണ് ഞാൻ വാങ്ങിയേക്കണ ആ ഒരു ഇതെന്ന് പറയണ്ടായ. പക്ഷെ നമുക്ക് 3 അടിയുടെ അല്ല 5 അടിയുടെ മെഷ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കടകളിൽ. അപ്പോൾ 5 അടിയുടെ 1/4 മെഷ് വാങ്ങാം, 5 അടിയുടെ വാങ്ങാം. നേരിട്ട് ആ തുടങ്ങിയ അറ്റത്തേക്ക് ഒരു ഇടലായിട്ടാ എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നത് 3 അടിയുടെ ഞാൻ വാങ്ങി. കാരണം നമുക്ക് ഈ റോഡ് 3 അടി ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ അതിനിടയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ കെട്ടുകമ്പി നമ്മളൊന്ന് കെട്ടിയെടുക്കേണ്ടതായിട്ട് അവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ 5 അടിയാണെങ്കിൽ 5 അടി കറക്റ്റ് മെഷർമെൻറ്റിലുള്ള മെഷ് വാങ്ങി കഴിഞ്ഞിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മെഷ് നമ്മൾ ഇങ്ങനെ വിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നേരിട്ട് അതിൻ്റെ മേലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്യുക. എല്ലായിടത്തും ഞാൻ സ്പോട്ട് വെൽഡ് ചെയ്തേക്കണം. അടിയിലത്തെ ആ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ മെഷ്, അവിടെ ഫുള്ള് ഞാൻ വെൽഡാ ചെയ്തേക്കണം. എവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ സെൽഫ് സ്ക്രൂ ചെയ്തിട്ടില്ല അടിയിൽ. ബാക്കി സൈഡുകളിലും മേലെ എല്ലാം ചെയ്തേക്കുന്നത് സെൽഫ് സ്ക്രൂ ആണ്. അപ്പോൾ നമ്മൾ അടിയിൽ ആദ്യം തന്നെ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം
ആ ഒരു മെഷ് വിരിച്ച പരിപാടി കഴിഞ്ഞു, പടിയത്തെ പരിപാടി കഴിഞ്ഞു, സൈഡിലത്തെ കഴിഞ്ഞു, ആ സൈഡ് ഈ സൈഡൊക്കെ കഴിഞ്ഞു. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ കള്ളികൾ തിരിക്കുന്നുണ്ട്. ഈ കള്ളികൾ തിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അറ്റത്തെയും ഈ അറ്റത്തെയും നമ്മൾ ഓൾറെഡി സ്ക്വയർ ട്യൂബ് വെച്ചു. പിന്നെ ഇതിന്റെ സെന്ററിൽ ആകെ കൂടി 2 സ്ക്വയർ ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പാർട്ടീഷൻ ചെയ്യാം. അതായത് ആദ്യത്തെ കള്ളിയുടെയും ഇപ്പൊ ഈ ഒരു ആദ്യത്തെ കളി ഉണ്ടല്ലോ, ഈ ആദ്യത്തെ കളിയുടെ ഉള്ളിൽ ഒരു സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുള്ളൂ. മുക്കാല് 16 ഗേജിന്റെ 3 അടി ഹൈറ്റ് ഉള്ള ഒരു സ്ക്വയർ ട്യൂബ് ആയിട്ട് സെന്ററിൽ വെച്ചു. നേരിട്ട് ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷ് അങ്ങോട്ട് അടിച്ചു. ആ മെഷിന്റെ വീതിയും ഹൈറ്റ് എന്ന് പറയുന്നത് 3 അടി ഹൈറ്റും 5 അടി മെഷും. അതായത് 5 അടി വീതിയിൽ 3 അടി ഹൈറ്റിൽ മെഷ് 1, 2, 3 ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വെച്ച് നേരെ അങ്ങോട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു കള്ളിയുടെ പാർട്ടീഷൻ കിട്ടി, രണ്ടാമത്തെ കള്ളിയുടെ പാർട്ടീഷൻ കിട്ടി, മൂന്നാമത്തെ കള്ളിയുടെ പാർട്ടീഷൻ കിട്ടി. ഇതിൽ സെൻറ്ററിൽ മാത്രം നമ്മൾ 2 സ്ക്വയർ ട്യൂബ് ഇട്ടുണ്ട്. അതിന് മിഡിലായിട്ട് 2 സ്ക്വയർ ട്യൂബ്, അതായത് വിഡ്ത്ത് വൈസ് നമ്മൾ 2 സ്ക്വയർ ട്യൂബ് സെൻറ്ററിൽ മാത്രം കുറച്ചുകൂടി ഒരു ബലം കിട്ടാനായിട്ട് നമ്മൾ സെൻറ്ററിൽ മാത്രം 2 സ്ക്വയർ ട്യൂബ് 3 അടിയുടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സൈഡ് അടിയത്തെ പോർഷൻ എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ റൂഫിലും നമ്മൾ ചെയ്തേക്കുന്നത് അരക്കരയുടെ 8 ഗേജിന്റെ മെഷാണ് വെച്ചേക്കണേ. 5 അടിയുടെ വീതിയും 5 അടി വീതിയും അതുപോലെ 10 അടി നീളമുള്ള മെഷാണ് നമ്മൾ വെച്ചേക്കണേ. അപ്പോൾ താഴത്തെ പോലെ തന്നെ നമ്മൾ മേലെയും സ്ക്വയർ ട്യൂബ് കൊടുക്കണം കേട്ടോ. കണ്ട 10 അടിയുടെ സ്ക്വയർ ട്യൂബ് നമുക്ക് 2 എണ്ണം വേണം. അത് 16 ഗേജിന് തന്നെയാണ് നമുക്ക് വേണ്ടേ. കണ്ട 10 അടിയുടെ 2 എണ്ണം, ഒന്ന് ഇവിടെയും ഒന്ന് ആറ്റത്തും. അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നോടത്ത് നമുക്ക് സ്ക്വയർ ട്യൂബ് ആവശ്യമുണ്ട്. 5 അടിയുടെ കണ്ട മേലെ ഇവിടെ 1, 2, 3, 4, 5. അതായത് മേലെ നമുക്ക് 5 അടിയുടെ 5 സ്ക്വയർ ട്യൂബ് നമുക്ക് ഇങ്ങനെ വെക്കണം, അങ്ങോട്ട് ക്രോസ് ആയിട്ട് വെക്കണം. അതേപോലെ 2 അറ്റത്തും ഈ ഇവിടെയും ആ അറ്റത്തും നമുക്ക് 10 അടിയുടെ 2 സ്ക്വയർ ട്യൂബ് വേണം കേട്ടോ ഇവിടെ. അപ്പോൾ താഴത്തെ പോലെ തന്നെ മേലെ, പിന്നെ താഴത്ത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും മേലെ ഇല്ല. നമ്മൾ മേലെ ജസ്റ്റ് ഇങ്ങനെ ഒരു കള്ളിപ്പറ്റി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു 8 ഗേജിൻ്റെ മെഷ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സെൽഫ് അടിച്ചേക്കാണ്. പിന്നെ ഇവിടുത്തെ ഹൈറ്റ് അറിയാലോ, നമുക്ക് 2 അടിൻ്റെ വരുന്ന റിയർ സൈഡിൽ എന്ന് പറയുന്നത് 1 അടി. പിന്നെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുണ്ട് ഇവിടെ, അതായത് ഇവിടെ, അതേപോലെ ആ ഒരു സെൻറ്ററിൽ, പിന്നെ അവിടെ. അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 1.5 അടി ആയിട്ട് ആ ഒരു ലെങ്ത്ത് വരുന്ന സ്ക്വയർ ട്യൂബിൻ്റെ അത് വെച്ചു നേരെ അതിന് മേലെ. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു മെഷ് ഇടാം. ഓക്കെ, അല്ലാണ്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് മെഷ് ഇടരുത്. അതിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു മെഷ് ഇട്ടതിന് ശേഷം നമ്മൾ സെൽഫ് സ്ക്രൂ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ സെൽഫ് സ്ക്രൂ ചെയ്ത് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് പറയുന്നത് റൂഫാണ്. നമ്മൾ റൂഫ് ചെയ്യണേക്കാൾ മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ പോയിട്ടുണ്ട്, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇങ്ങനത്തെ പോർഷൻ നമ്മൾ എടുത്തേക്കുന്നത് 3 എടുത്തേക്കണം. 8 അടിയുടെ 3 സ്ക്വയർ ട്യൂബ് 16 ഗേജിൻ്റെ എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 എടുത്തേക്കണം. അത് 12 അടിയുടെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ നീളത്തിൽ എടുത്തേക്കണം കേട്ടോ. അത് അതിന് ശേഷം നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ച് നീക്കി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് ഞാൻ സ്ക്വയർ ട്യൂബ് ഫിക്സ് ചെയ്തു. അതുപോലെ റിയർ സൈഡിലും കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതൊക്കെ വരണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വരുന്ന കാർത്താൽ നമ്മുടെ ഫീഡറൊക്കെ വരുന്ന കാർത്താൽ ഇവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഏകദേശം ഒരു 3 അടിക്ക്, അതായത് 3 അടിക്ക് ഞാൻ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. 3 അടിയോളം ഞാൻ ഇങ്ങനെ ഷീറ്റ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ നമ്മൾ റിയർ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് 10 അടിയുടെ ഷീറ്റ് 3 അടി ഇങ്ങോട്ട് വന്നു, പിന്നെ 5 അടി ഇവിടെ വന്നപ്പോൾ 8 അടി ബാക്ക് സൈഡിലേക്ക് 2 അടി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഷീറ്റ് ഇവിടെ വിരിച്ചേക്കണേ. പിന്നെ സൈഡുകളിലേക്ക് 1 അടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് 1 അടി എന്ന് പറയും, 1 അടി 1.5 അടി മേലെ ഇങ്ങോട്ടും അപ്പുറത്തേക്കും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കറക്റ്റ് കണ്ട ആ മരത്തിൻ്റെ ഇതിലേക്കും കൂടി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു കൂടിൻ്റെ പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്ററിൽ 2 സ്ക്വയർ ട്യൂബ് എടുത്തിട്ടുണ്ട്. അത് ചെയ്ത് ഇങ്ങനെ വെക്കാനായിട്ടാണ് പാർട്ടീഷൻ ചെയ്യാനായിട്ട് 2 എണ്ണം എടുത്തേക്കണം. ഇവിടെ എന്ന് പറയുന്നത് 1 എണ്ണം എടുത്തിട്ടുള്ളൂ, കണ്ട 1 എണ്ണം. പിന്നെ ഇവിടെ 1 എണ്ണം. പിന്നെ അവിടെ ഒരു ഡോറ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അറ്റത്ത് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു ഡോറ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിന് 2 ഒരു ബാലൻസ് വന്ന സ്ക്വയർ ട്യൂബ് വെച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡോറ് ക്രിയേറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഡ്രിങ്കറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് വീട്ടിൽ തന്നെ ഒരു പഴയ ഒരു 20 ലിറ്ററിൻ്റെ ക്യാൻ യൂസ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ആ ഒരു പൈപ്പ് നമുക്ക് ഇത് വെക്കാവുന്ന രീതിയിൽ ഒരു ഹോസ് കോളർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു പൈപ്പ് ഞാൻ സെറ്റ് ചെയ്തു. അവിടെ നിന്ന് 1 മീറ്ററിൻ്റെ ഒരു നമ്മുടെ ഗാർഡൻ ഹോസ് എടുത്തു കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഗാർഡൻ ഹോസിൻ്റെ അവിടുത്തെ അത് കണക്ട് ചെയ്യാനുള്ള കണക്ടർ എടുത്തു. അതിനുശേഷം നമ്മുടെ 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് എടുത്തേക്കണേ. അതിലേക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ആ ഹോസ് ഗാർഡൻ്റെ ആ കാര്യങ്ങൾ കണക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെൻഡ് എടുത്തു. അതിനുശേഷം 3/4 ഇഞ്ചിൻ്റെ
പിന്നെ ഡ്രിങ്കറുകൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് 12-ന്റെ ബിറ്റ് എടുക്കുക. അതായത് ഡ്രില്ലിംഗ് മെഷീൻ ഒരെണ്ണം വാങ്ങുക, 12-ന്റെ ബിറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ലൈനായിട്ട് നമുക്കിത് ഡ്രില്ല് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു PVC പൈപ്പ് ഉണ്ടല്ലോ, ഈ PVC പൈപ്പ് നമ്മുടെ വീടുകളിൽ സ്റ്റെപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെയർ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിവിടെ ഇങ്ങനെ കൊണ്ടിടുക. ആ പൈപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പൈപ്പ് എടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 2 എഡ്ജിൽ ഇങ്ങനെ മുട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചിട്ട് പോവാം. ഇങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ പൈപ്പ് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഹോളുകൾ കറക്റ്റായിട്ട് ഡ്രില്ല് ചെയ്യുക. ഇവിടേക്ക് വെച്ച് കഴിഞ്ഞിട്ട് 12-ന്റെ ബിറ്റ് എടുക്കുക, നേരെ ഡ്രില്ല് ചെയ്യുക. അപ്പോൾ 12-ന്റെ ബിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു നിപ്പിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ലെവലിലും നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീതി നോക്കണമെങ്കിൽ 5 അടി ഉണ്ട്. അപ്പോൾ ഈ 5 അടിക്ക് കൊള്ളാവുന്ന രീതിയിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 4.5 അടിക്കാണ് നമ്മൾ PVC പൈപ്പ് എടുത്തിട്ട് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ 4.5 അടിക്ക് PVC പൈപ്പ് എടുത്തിട്ട് അതിൽ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഞാൻ നേരെ അങ്ങോട്ട് ഡ്രില്ല് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു നിപ്പിൾ ഡ്രിങ്കർ വെച്ചു കേട്ടോ. വളരെ എളുപ്പമാണ് നമുക്ക് നിപ്പിൾ ഡ്രിങ്കറൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നിപ്പിൾ ഡ്രിങ്കർ വെച്ചതിന് ശേഷം കണ്ടോ ഞാൻ അവിടെ വെച്ചു, ആ കൂട്ടിൽ വെച്ചു. അതേപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലും ഇത് വെച്ചേക്കണതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു കൂട്ടിൽ മാത്രം കുറച്ചും കൂടി വലിയൊരു കോഴികൾ ഇടാവുന്ന രീതിയിലാക്കി ഞാൻ വെച്ചേക്കണേ. അപ്പോൾ ഇവിടെ എല്ലാം സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്ട്രൈറ്റനാക്കി വെച്ചു. ഇവിടെ 6 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് വെച്ചേക്കണ കോഴിക്കൂട്ടിൽ ഞാൻ ഈ ഒരു ബെൻഡ് നമ്മുടെ ടീ കഷ്ണം ഉണ്ടല്ലോ, ഇത് കുറച്ചും കൂടി സ്ലോപ്പാക്കി വെച്ചേക്കണം. എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് അറ്റം വരെ ഏറ്റവും താഴെ നമുക്ക് കുഞ്ഞു കോഴികളുണ്ടെങ്കിൽ അവർക്ക് പോയി വെള്ളം കുടിക്കാം. ആ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പിലാണ് കൊടുത്തേക്കണേ. ചെറിയ കോഴികൾ വരുമ്പോൾ ചെറിയ കോഴികൾക്ക് ഈ വെള്ളം കുടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ എല്ലാ നിപ്പിൾസും അറേഞ്ച് ചെയ്തേക്കണേ. പിന്നെ ആ അറ്റത്തെ നിപ്പിളിലേക്ക് ഞാൻ ക്യാപ്പ് വാങ്ങി കഴിഞ്ഞപ്പം തികഞ്ഞുണ്ടായില്ല, ഇങ്ങനെ ക്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒരു 3 കൂടിയും വെക്കണം. ഞാൻ പിന്നെ എനിക്ക് തോന്നി കുഞ്ഞുങ്ങൾ ആരെങ്കിലും വരണമെങ്കിൽ അത് ഇന്ന് കഴിച്ചോട്ടാന്ന് വെച്ചിട്ടുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും ഒരുവിധം നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിപ്പിൾ ഡ്രിങ്കർ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കറക്റ്റ് 12-ന്റെ ഡ്രില്ലിട്ടിട്ട് ഡ്രില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് വെക്കേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട്, അതനുസരിച്ചിട്ട് നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക. അതെങ്ങനെ വെക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എടുക്കുക. ടീ ആവശ്യത്തിന് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ടീ എന്ന് പറയുന്നത് ഇവിടെ 4 ടീ എടുത്തിട്ടുണ്ട്, ഒരു ബെൻഡ് എടുത്തിട്ടുണ്ട്, പിന്നെ 24 നിപ്പിൾ ഡ്രിങ്കറും അതിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പിന് എടുത്തേക്കണം. ഞാനിത് പഴയത് വീട്ടിലുണ്ടായിരുന്നതാണ് ഈ എടുത്തേക്കണം. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എത്ര രൂപയാണെന്ന് എനിക്ക് അറിയില്ല. ചിലയിടത്ത് 130 രൂപ 140 രൂപയ്ക്കും 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിന് ഫുൾ ലെങ്ത്തിന് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ വാങ്ങിയേക്കണ ഈ ഒരു ഹോസ് ഗാർഡന് 25 രൂപയാണ് മീറ്ററിന് വരുന്നത്, അത് വാങ്ങി. പിന്നെ ഇതിനൊക്കെ 10 രൂപ വരുന്നുണ്ട്, പിന്നെ ഇതിന് 10 രൂപ വരുന്നുണ്ട്. പിന്നെ ഈ കണക്ടറിന് 25 രൂപയോളം ഈ ഒരു കണക്ടറിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല കരടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുഴുവൻ എന്താ പറയണേ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൽ ഉറുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കരടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ടാപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിള്ളേരുള്ള ഇടത്തിൽ തുറന്ന് വേഗം പോകും. അതിനുശേഷം അത് വേണ്ടാത്ത രീതിയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഊരെടുക്കാവുന്ന രീതിയിലുള്ള എൻഡ് ക്യാപ്പാണ് നമ്മൾ വെച്ചേക്കണം. അത് നമുക്കിങ്ങനെ ത്രെഡഡ് ആണ്, ഇതിങ്ങനെ ഊരെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇനി വരുന്ന വില എന്ന് പറയുന്നത് 10 രൂപ കേട്ടോ. ഈ ഒരു സാധനത്തിന് 10 രൂപ, ഇതിന് വരുന്ന വില എന്ന് പറയുന്നത് ഏകദേശം 10 രൂപ. പിന്നെ ടീക്കൊക്കെ 20 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എഡ്ജിൽ നമുക്ക് എൻ ക്യാപ്പ് വരുന്നുണ്ട്, അതിനൊരു 10 രൂപ. അപ്പം ഈ ഒരു PVC പൈപ്പിൽ 10-20ൻ്റെക്കും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഫുൾ സെറ്റിങ്സ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാത്തിനും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും പറയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി പേഴ്സണലായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലി തന്നെ പറഞ്ഞിരുന്നത്. നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതേ കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. 2 ലിറ്റർ പെയിൻറ്റ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബർഗറിൻ്റെ പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ എപ്പോക്സി നമ്മൾ അടിച്ചിട്ടുണ്ട്. അതായത് എപ്പോക്സി അടിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെൽഡിങ് ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ എപ്പോക്സി നന്നായിട്ട് അടിക്കാം. 2 കൂട്ടം എപ്പോക്സി അടിച്ച് അതിന് ശേഷമാണ് ഞാൻ പെയിൻറ്റ് ചെയ്തേക്കണം. SD എന്ന് പറഞ്ഞ കമ്പനിയുടെ എപ്പോക്സിയാണ് ഞാൻ എടുത്ത് അടിച്ചേക്കണേ. 2 ലിറ്ററോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മുഴുവൻ അടിച്ചത് ഞാൻ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ കൂടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങൾ ചോദിക്കാം, പറയാവുന്ന കാര്യങ്ങൾ പറയാം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ഏതെന്തോ അങ്ങനെ ചെയ്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോയിരുന്നോട്ടെ. ഇനി അടുത്തൊരു കൂട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതൊക്കെ ഒരു പ്രചോദനമാവും. പിന്നെ ഈ കൂടിന് എത്ര രൂപയായിന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും, അതായത് ഇതിന് പണിയാനായിട്ട് എത്ര രൂപയായിന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയാണ്, ഇതിന് ഞാൻ എല്ലാത്തിനും വില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിന് 1 കിലോന് 82 രൂപ വെച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ലോക്കിൻ്റെ പൈസ പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താ എത്ര ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് മെഷിൻ്റെ ഗേജിൻ്റെ ആ ഒരു റേറ്റാണ്, അതായത് സ്ക്വയർ ഫീറ്റിനാണ് പൈസ. അപ്പോൾ ഇതൊരു സ്ക്വയർ ഫീറ്റിന് നമുക്ക് വന്നേക്കണം റേറ്റ് 8 ഗേജിനൊക്കെ ആകുമ്പോൾ നമുക്ക് വന്നത് 35 രൂപയോളം വന്നിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് കേട്ടോ.
സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു സ്ക്വയർ ഫീറ്റിന് 35 രൂപയോളം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇതിൽ പറഞ്ഞൊരു 7 അടിയുടെ വ്യത്യാസം വന്നു. പിന്നെ ഇവിടുത്തെ ചെറിയത് വ്യത്യാസം വന്നപ്പോൾ അവിടെ 35 രൂപ വരെ 37 രൂപ വന്നിട്ടുണ്ട്. പിന്നെ 34 രൂപ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു 8 കേജിൻ്റെ അല്ലെങ്കിൽ ഒരു 10 കേജിൻ്റെ വാങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം 34 രൂപയോളം എനിക്ക് ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോന്നിനും റേറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് ഞാൻ ചെയ്തപ്പോൾ സമയത്ത് റേറ്റാണ് പറയണേ. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. ഓരോന്നും ഓരോ ഇതനുസരിച്ചിട്ട് മാറി വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് പറയാം ഇതിന് എത്ര രൂപ വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 10 അടി നീളമുണ്ട്, 5 അടി വീതിയുണ്ട്, 3 അടി ഹൈറ്റ്. ഈ കൂടിൻ്റെ ഹൈറ്റ് ആയിട്ടോ 3 അടി ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 6 അടി ഹൈറ്റ് ഉണ്ട്. അതുപോലെ 12 അടി നമ്മുടെ ഷീറ്റിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 12 അടിയോളം ഉണ്ട്. അതുപോലെ 12 അടി വീതിയും 10 അടി നീളവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ റേറ്റ് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുക, അയ്യോ വലിയ കൂട്, ഇത് ചെറിയൊരു കൂടാണല്ലോ, ഇത്രയ്ക്കധികം കാശായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു വിഷമം. അതുകൊണ്ട് ഞാനത് പറയാത്ത കേട്ടാ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസ ആയിട്ടുണ്ട്, ഞാനത് എടുത്ത് പറയാത്തതല്ല, പൈസ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഒരു ഇതിനൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് തന്നെ വിട്ടു തരാണ് എത്ര രൂപ ഏകദേശം ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയും ഇതിന് എത്ര രൂപ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പേഴ്സണലി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ നേരെ നിങ്ങൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിന് കറക്റ്റ് എക്സാക്റ്റ് എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ സാധനം സെറ്റ് ചെയ്തേക്കണം. കാരണം നമ്മളൊരു കാര്യം ചെയ്യണ സമയത്ത് പിന്നീട് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇത് നല്ല സാധനമാണല്ലോ അല്ലെങ്കിൽ ഇത് മോശം സാധനമാണല്ലോ എന്ന് അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരുന്നു ഉണ്ടാക്കിയേക്കണേ. ഞാനെന്നല്ല ആരും ഉണ്ടാക്കിയാലും ഒരു നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇത്തിരി നിബന്ധനകളുണ്ട്, ഇച്ചിരി നല്ല ക്വാളിറ്റിയിൽ ഇത്തിരി നല്ല ഇതിൽ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെതായ പൈസയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പൈസ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റങ്ങൾ, ഇതായത് ഈ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ, ഒരു വഴിക്കും പോവില്ല. അപ്പം ഒരു കാര്യം പറയാണ്, നമ്മുടെ ഈ ഒരു കൂട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും കൂടൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. അപ്പം എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ്. കാരണം എൻ്റെ ഒരു കെയർ ഓഫ് വരുന്നത് കൊണ്ടല്ല, കൂട് ബെസ്റ്റ് ആയിരിക്കും ഞാൻ ഉണ്ടാക്കി തരുന്നത് കൊണ്ട്. എനിക്ക് എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കണേ അതേ ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്കും ആ ഒരു കൂട് സെറ്റാക്കി തരാട്ടാ. അതിൽ നോ കോംപ്രമൈസ്. എൻ്റെ ഇപ്പോൾ എനിക്ക് 5 രൂപ ലാഭം വന്നാലും 5 രൂപ നഷ്ടം വന്നാലും എനിക്കൊരു വിഷയമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ വേണ്ട രീതിയിൽ വേണ്ട ക്വാളിറ്റി ഉള്ള സാധനം തരും. പലരും പറഞ്ഞു കേട്ട, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു കേട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും കൂടുതൽ എടുത്തു, അത് എടുത്ത് ഒരു 6 മാസം 7 മാസം കഴിയുമ്പോഴേക്ക് ഈ കമ്പികൾ വിടുക, അതേപോലെ പെയിൻറ്റ് പോവുക, അതുപോലെ ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും ഞാൻ ഒന്നും പറയണില്ല. നമ്മളുടെ കൂട്ടിൽ നമ്മൾ നല്ല രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ചെയ്യണത് അതേപോലെ നിങ്ങൾക്കും ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ പോരായ്മകൾ പറയാമെന്ന് പറഞ്ഞില്ലേ. എന്താ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കടകളും കയറി അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ പൈസ നോക്കി കഴിഞ്ഞിട്ട് വാങ്ങാം. കാരണം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റേതായ എനിക്ക് നഷ്ടം വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇതിൻ്റെ പൈസയ്ക്ക് കൊണ്ട് നന്നായിട്ട് താഴ്ത്തിക്ക് വന്നു, പൈസ കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല നമ്മൾ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കണം. അപ്പം ഈ മെഷൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇങ്ങനെ ഇത്ര റോളൊക്കെ ആയിരുന്നു വരണത് പറഞ്ഞു. മെഷ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം 7 അടിയോളം മെഷാണ് എനിക്ക് കുറവ് കിട്ടി. 3 അടി ഹൈറ്റുള്ള 7 അടിയുടെ മെഷ് കുറഞ്ഞു കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങാം, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാം. നമുക്ക് വേണ്ട സൈസ് 3 അടി ഉണ്ടോ വേണ്ട 3 അടിയുടെ സൈസ് ഉണ്ടോയെന്ന് നോക്കി വാങ്ങും. 3 അടിയുടെ സൈസ് നമുക്ക് എത്ര വേണം ക്വാളിറ്റി, പല രീതിയിലുള്ള കമ്പികൾ ഇരിക്കട്ടോ. നമ്മുടെ ക്വാളിറ്റി വേണ്ട സാധനം നമ്മൾ പറഞ്ഞ് തന്നെ അത് വാങ്ങാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ സെൽഫ് സ്ക്രൂ 2 ബോക്സാണ് വാങ്ങാൻ ഞാൻ മിനിമം പറഞ്ഞു. പക്ഷെ അതല്ല, അതിനും കൂടുതൽ ഒരു ഏകദേശം ഒരു 3 ബോക്സൊക്കെ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാം. അത്രയൊന്നും വേണ്ട, ഞാൻ തന്നെ പറഞ്ഞതാണ് അങ്ങനെ വാങ്ങുക. നമ്മൾ എന്ത് വാങ്ങുമ്പോഴും ഒരു സ്ക്വയർ ട്യൂബ് ഇപ്പോൾ നമുക്കൊരു 12 സ്ക്വയർ ട്യൂബ് 16 ഗേജിൻ്റെ മരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ ട്യൂബും കൂടി അധികം വാങ്ങുക. കാരണം പിന്നീട് ഇത് വീണ്ടും പോയി വാങ്ങിക്കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി വണ്ടി വാടക അങ്ങനെയൊക്കെ വരും. പിന്നെ പൈസ ചിലപ്പോൾ കൂടാൻ കുറയാം. ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് കാലത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റൂഫിംഗ് ഷീറ്റൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുത്തേണ്ട സ്ഥലത്ത് നമ്മൾ സ്ക്വയർ ട്യൂബുമ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റും. അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഈ ഒരു ഷീറ്റ് വളഞ്ഞ് പോകണില്ല അല്ലെങ്കിൽ ആ ഒരു ഷീറ്റ് ഇങ്ങനെ പോകണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്തിട്ട് ഡ്രില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സെൽഫ് സ്ക്രൂ കറക്റ്റായിട്ട് ഡ്രില്ല് ചെയ്യാനും പറ്റും. പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ പോവില്ല. അപ്പോൾ നമ്മുടെ ഷീറ്റ് അഡീഷണൽ ആയിട്ട് തുളഞ്ഞു പോവില്ല. അപ്പോൾ രാവിലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പ്രൈമർ വാങ്ങുമ്പോൾ, അതായത് എപ്പോക്സി പ്രൈമർ തന്നെ വാങ്ങാം.
അതിന് ഏകദേശം 400-450 രൂപയ്ക്കും വിലയുണ്ട് എപ്പോക്സി പ്രൈമറിന്. അപ്പോൾ അതും 1 ലിറ്ററിൻ്റെയോ 2 ലിറ്ററിൻ്റെയോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മുടെ കൂടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതനുസരിച്ചിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കാം. പെയിൻറ്റ് വാങ്ങുമ്പോൾ 300-350 രൂപ വിലയുണ്ട്. ഞാൻ 2 ലിറ്റർ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ബർഗറിൻ്റെ ആയിരുന്നു. അത് ഇതേ കളർ തന്നെ വാങ്ങിക്കണം. അതിന് 300-350 രൂപ വിലയുണ്ട്. അതും വാങ്ങി അടിക്കുക. തിന്നർ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പെയിൻ്റൊക്കെ അടിക്കുന്ന സമയത്ത് തിന്നർ കുറേ അധികം ഒഴിക്കരുത്, കുറച്ച് ശേഷം. അതായത് നമ്മളിപ്പോൾ ഒരു 100 ml പെയിൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 20 ml 100 ml അല്ലെങ്കിൽ 20 ml ആ തിന്നർ മതി. നമുക്കത് പെയിൻ്റൊക്കെ നോക്കി ആ ഒരു ലൂസ് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് നോക്കിയിട്ട് നമ്മൾ എടുക്കും. ഒരുപാട് തിന്നറൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനത്തിൽ വെറുതെ പേരിന് മാത്രം അങ്ങനെ ചെയ്യരുത്. ഒരു 80% പെയിൻറ്റ് 20% തിന്നറൊക്കെ യൂസ് ചെയ്ത് അടിച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ഈ ഒരു പ്രൈമർ ആയാലും പെയിൻ്റ് ആയാലും നമുക്ക് ഇതുമ്പോൾ നിൽക്കൂട്ടാം. അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയും പെയിൻറ്റ് ചെയ്തത് ഫുള്ള് ഞാൻ പെയിൻറ്റ് ചെയ്ത് റോളർ റോളർക്ക് സുഖമായിട്ട് 4 ഇഞ്ചിൻ്റെ റോളർ വാങ്ങാം. അതിന് ഏകദേശം 60 രൂപയാണ് വില വരണേ. അത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് കഴിയും. സ്പ്രേ പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. റോളർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് മൊത്തം ഫുള്ള് അപ്പുറം ഇപ്പുറം ഒക്കെ അടിച്ചേക്കുന്ന റോളർ വെച്ചിട്ട് കഴിഞ്ഞാട്ടാ. പല ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ റോളർ വെച്ചിട്ട് എപ്പോക്സി പ്രൈമർ അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പെയിൻറ്റ് അടിക്കാനും. പിന്നെ ഇതൊക്കെയും കട്ട് ചെയ്യാനാക്കണ മുമ്പ് ഈ സ്ക്വയർ ട്യൂബൊക്കെയും കട്ട് ചെയ്യാനാക്കണ മുമ്പ് ഞാൻ ആദ്യം തന്നെ ചെയ്ത് എൻ്റെ വാർക്കട മേലെ ഇട്ടും കഴിഞ്ഞിട്ട് എപ്പോക്സിയുടെ പ്രൈമറാണ് അടിച്ചത്. അതായത് ഒരു കോട്ട് പ്രൈമർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെൽഡ് ചെയ്ത് കയറ്റിയത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു കോട്ട് നല്ല രീതിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെൽഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തീ പാളിയിട്ടുള്ള ചെറിയൊരു പുകയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാത്രം നമുക്ക് ടച്ചപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ വീണ്ടും നമ്മൾ എന്തായാലും പ്രൈമർ അടിക്കും. അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അടിച്ച് അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മുടെ മുട്ട ഒന്ന് വെച്ച് നോക്കാട്ടോ. സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ അവിടേക്ക് എത്തില്ലെന്ന് നമുക്ക് നോക്കാം. മുട്ട വെച്ചു. അപ്പോൾ നമ്മുടെ മുട്ട അവിടെ വീണ് കിടക്കുന്നുണ്ട്. പൊട്ടിയില്ലെന്ന് നമുക്ക് പോയി നോക്കാട്ടോ എന്താ ഈ അവസ്ഥ എന്നുള്ളത് നോക്കാം. അയ്യോ പൊട്ടിയിട്ടുണ്ടാവോ? കാരണം സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് ഓടി പറഞ്ഞ് ഇങ്ങോട്ട് വന്നായിരുന്നേ. അമ്മ തുറന്ന് നോക്കട്ടെ. മൂപ്പിലാൻ ഇവിടെ കിടക്കുന്നുണ്ട്. പൊട്ടിയെന്ന് തോന്നിയ പക്ഷേ ഇല്ല കേട്ടോ. അവിടെയൊക്കെ സ്ക്രാച്ചൊക്കെ ചെറുതായിട്ട് ആയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് പൊട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ മുട്ട നമുക്ക് ഇതാക്കാം. ഇവിടെ നമുക്ക് തീറ്റിട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട പിന്നെ ഞാൻ എനിക്കൊരു കാര്യം പറയാം. കുറച്ച് സ്പീഡ് ഉണ്ട് കേട്ടോ. അതായത് ഇത്രയും സ്ലോപ്പ് വെക്കണം എന്നില്ല. ഇച്ചിരി നല്ല ഇതിലാണ് വരണത്, സ്പീഡിലാണ് വരണത്. അപ്പോൾ ഇവിടെ ഒരു സ്പോഞ്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എഡ്ജിൽ ഇവിടെ സ്പോഞ്ചും കൂടി ഞാൻ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നേരെ വന്ന് ഇതുമ്പോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്പോഞ്ച് ഞാനിവിടെ മൊത്തം ഇവിടെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ കാര്യം സെറ്റായി. അപ്പോൾ മുട്ട നമുക്ക് വരണ കാര്യം നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്കിതിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ട. ഇപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നോക്കാം. അപ്പോൾ കോഴികളോടെ ഉണ്ട്. ഓക്കെ നമ്മൾ ആദ്യം തൊട്ടടുത്തത് എവിടെയുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളം വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹാൻഡ് ക്യാപ്പുകൾ വേണം. 10 രൂപയായിട്ട് ഇങ്ങനെ വരുന്നത് PVC പൈപ്പിൻ്റെ ഈ ഒരു 24 6 എണ്ണമാണ് ഒരു സെക്ഷനിൽ ഞാൻ വെച്ചേക്കണേ. അതിന് ശേഷം നമുക്ക് ഈ ഒരു PVCയുടെ തൊട്ട് എഡ്ജിലായിട്ട് നമുക്കൊരു ഹാൻഡ് ക്യാപ്പ് വെക്കണം. ഇതിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ 4 വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അടയ്ക്കുക. പിന്നെ അവിടെ നമുക്കത് ഒട്ടിക്കാനുള്ള സോൾവെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഒട്ടിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതേ ഓട്ടോമാറ്റിക് നമുക്ക് വെള്ളം എങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കഴിയണതിനനുസരിച്ചിട്ട് ടാങ്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര സ്പീഡിൽ മുട്ട വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് ആ സാധനം നമുക്ക് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മുട്ട അവിടെ നിന്ന് വരുന്നത് സ്പീഡ് കണ്ടില്ല. അവിടെ വന്ന് നേരെ അവിടെ വന്ന് ഇപ്പോൾ അടിച്ച് മുട്ട ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവില്ല. അപ്പം അത് കുറച്ച് സ്ലോപ്പ് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അതെനിക്കറിയാം. ഞാനത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും എന്നുള്ളത്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കരുത്. കാരണം ഇത്രയും ദൂരം ഉണ്ട്. ഏകദേശം 5 അടികളുണ്ട്. അവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ സ്റ്റക്ക് ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ഹൈറ്റ് ഞാനൊരു സ്ലോപ്പ് കൊടുത്തത്. അപ്പം ഇവിടെ നമുക്കൊരു സ്പോഞ്ച് കൊടുക്കണം. അതൊരു ചെറിയൊരു പോരായ്മയാണ്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അടിയിൽ 1 കരയുടെ മെഷാണ്. അപ്പോൾ അതിന് പകരം 1/2 കരയുടെ മെഷ് എടുത്താൽ കുറച്ചും കൂടി സ്ട്രെങ്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അടിയിൽ എപ്പോഴും 1/2 കരയുടെ മെഷ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത്രയും പോരായ്മകളുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാം പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ എടുത്ത് പറയുന്നതാണ്. അടിയിൽ നമ്മൾ ഈ ഒരു മെഷ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിമുട്ട ഇത് കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ രണ്ട് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനുള്ളിൽ കൂടി കോഴിമുട്ട പോവാം. അപ്പോൾ ഏറ്റവും അടിയിലത്തേക്ക് വെച്ചിട്ടല്ല നമ്മൾ മെഷ് അടിക്കുന്നത്. അതിന് തൊട്ട് മേലെ 2.5 ഇഞ്ചിൽ ഗ്യാപ്പിൽ നമ്മൾ ഒരു സ്ക്വയർ ട്യൂബ് ഏകദേശം ഇവിടെ നിന്ന് അറ്റം വരെ 10 അടിക്ക് ഒരു സ്ക്വയർ ട്യൂബ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുമേക്കാണ് നമ്മൾ മെഷ് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതായത് 3 അടിയുടെ മെഷ് നമ്മൾ മെഷ് അടിക്കേണ്ടത് ഇതുമേക്കാണ്. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവണം. ഈ ഗ്യാപ്പ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കോഴിമുട്ട ഇത് കൂടെ വരില്ല. ഡയറക്റ്റ് അടിച്ചാൽ നമ്മുടെ ഈ ഒരു കൂട് ക്ലോസ് ആയി പോകും. അപ്പം നമ്മുടെ ഫ്ലോർ ഇവിടെയാണ്. ഫ്ലോറിൽ നിന്ന്
ഏകദേശം 2.5 ഇഞ്ച് മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ മെഷ് അടിക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് ഇട്ടാകേണ്ട. മെഷിൻ്റെ ഒരു ഇത് ഇവിടെ ഇങ്ങനെ വരുന്നത് 2.5 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടാവണം, എങ്കിലാണ് കോഴിമുട്ട അതിനുള്ളിൽ കൂടെ വരുള്ളൂ. ഫ്രണ്ടിലത്തെ മെഷ് അടിക്കേണ്ടത് ഇതുമേക്ക് മെഷ് അടിക്കണം. അപ്പോൾ 2.5 ഇഞ്ച് നമുക്ക് മനസ്സിലായി ഇവിടെ നിന്നുള്ള ഒരു ഗ്യാപ്പ് 2.5 ഇഞ്ച് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷ് ഇത്രയും 2.5 ഇഞ്ച് മേലേക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെഷ് ഒന്നില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് കർവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ കട്ട് ചെയ്താണ് കളഞ്ഞേക്കണേ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളുടെ സ്വന്തം ഡാർവിൻ സൈനിങ് ഓഫ്.